ഏട്ടൻ മിണ്ടാതിരിക്ക്. ഞാൻ സാറിനോട് ചോദിക്കട്ടെ? ചോദിക്കാനൊന്നുമില്ല വേദാത്മിക. 23 വർഷം മുൻപ് നിങ്ങൾ പ്രസവിച്ച മകളാണിത്. നിങ്ങൾ ആഗ്രഹിച്ച പേരിട്ട് നിങ്ങളുടെ അച്ഛൻ ഹരിപ്രസാദിന് കൈമാറിയ കുഞ്ഞ്. മഹേഷിന്റെ വാക്കുകളിൽ ആടി ഉലഞ്ഞു പോയി ആമി. ഒരു നിമിഷം പ്രതികരിക്കാൻ മറന്ന് നിന്നുപോയി അവൾ. ആമി ചുറ്റിലും നിൽക്കുന്നവരെ ഒന്ന് കണ്ണോടിച്ചു. ഇന്ദിരാകെ അന്താളിച്ച മട്ടാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കേട്ടതെന്ന് അവരുടെ മുഖഭാവം വ്യക്തമാക്കുന്നുണ്ട്. ആമിയുടെ നോട്ടം പൂജയിലെത്തി. അവിടെ ആശ്ചര്യത്തിന് പകരം ഒരുതരം പരുങ്ങലാണ്. അവൾ ദത്തന്റെ മുഖത്തേക്ക് നോക്കി. ആമിയുടെ നീക്കമെന്തെന്നറിയാനുള്ള വ്യഗ്രതയാണ് അവൾ അവിടെ കണ്ടത്. ആമി ആയുഷിനെയും അളകയെയും മാറി മാറി നോക്കി. ഉള്ളിൽ അലറുന്ന കടലിനെ ശാന്തമാക്കാനെന്ന വണ്ണം അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു. ഒരു ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം ആമി കണ്ണുകൾ വലിച്ചു തുറന്നു. വളരെ നന്നായിരിക്കുന്നു സർക്കിൾ ഇൻസ്പെക്ടർ സാർ. ഇതാരുടെ ബുദ്ധിയാണ്? ജോൺ സാമുവലിൻ്റെതാണോ? ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അയാൾ തന്നെ ആയിരിക്കും അല്ലേ? അയാൾ വിലക്കെടുത്തതാണോ നിങ്ങളെ? സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു വീട്ടിൽ കയറുവെന്ന് അസംബന്ധം പറയുന്നു. മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ സാർ അഴിയെണ്ണേണ്ടി വരും. താങ്കൾ എന്തു വിചാരിച്ചു? ഇവളെ മുന്നിൽ നിർത്തി അയാൾ ഒരു നാടകം കളിച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണ് ആമിയെന്നോ? അളകനന്ദ എന്ന പേരും വെച്ച് കളിക്കുന്നോ? എങ്കിൽ ലോകത്തുള്ള എല്ലാ അളകനന്ദമാരെയും ഇവിടെ കൊണ്ടുവാ. അവരെയെല്ലാം മക്കളായി അംഗീകരിക്കാൻ ഞാൻ. എന്തേ? അന്ന് ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെങ്കിലും അതിന്റെ മുഖം ഞാൻ വ്യക്തമായി കണ്ടതാ. ശരിക്കും അത് അയാളുടെ അപ്പന്റെ ഛായയായിരുന്നു. പോയി പറഞ്ഞേക്ക് ഇതുകൊണ്ടൊന്നും ആമിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. ആമിയുടെ രോക്ഷം തിളയ്ക്കുന്ന മുഖം കണ്ട് പകച്ചുപോയി CI മഹേഷ്. അതിലേറെ പകച്ചു പോയിരുന്നു പൂജ. ആയുഷിന്റെയും അളകയുടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. ഇന്ദിരയ്ക്ക് എന്താണ് വിശ്വസിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ഇവളുടെ അച്ഛന്റെ കേസ്, അതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ ഒന്നുകിൽ താങ്കൾക്ക് അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോകാം, അല്ലെങ്കിൽ ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം. മേലിൽ ഇങ്ങനെ ഒരു കഥയും പറഞ്ഞ് ഇവിടേക്ക് കയറി വരരുത്. അതും പറഞ്ഞ ആമി അകത്തേക്ക് കയറിപ്പോയി. ഇടിവെട്ടേറ്റാൽ എങ്ങനെയിരിക്കും അവസ്ഥ? അതാണിപ്പോ CI മഹേഷിന്. അയാൾ പൂജയെ ഒന്ന് നോക്കി. അതോടെ പൂജയിൽ പരിഭ്രമം നിറഞ്ഞു. അവൾ പെട്ടെന്ന് മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. അതുവരെ തല താഴ്ത്തിയിരുന്ന ദത്തൻ ചന്തുവിന് വെള്ളം കൊടുത്തതുപോലെ ചാടി എഴുന്നേറ്റു. മാന്യമായി ജീവിക്കുന്ന വീട്ടിൽ കയറി വന്ന് കരിവാരി തേക്കാൻ നിന്നാലുണ്ടല്ലോ, തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവനോട് പറയേ വച്ച വെടി ചീറ്റിപ്പോയെന്ന്. ഇനിയും ഇത്തരം കളിയും കൊണ്ട് വന്നാൽ വിവരമറിയുമെന്ന് പറഞ്ഞേക്ക്. പിന്നൊരു കാര്യം കൂടി, ഇവളെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട്. ഈ തറവാട്ടിൽ അത്തരം കാര്യങ്ങൾ ഞാൻ അനുവദിക്കുന്നതല്ല. താങ്കൾക്ക് പോകാം. അതോടെ ആയുഷ് മുന്നോട്ട് വന്നു. സാർ പൊയ്ക്കോളൂ, വിളിച്ചാൽ മതി. ഇവളെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവരാം. കുനിഞ്ഞ ശിരസുമായാണ് CI മഹേഷ് തറവാടിന്റെ പടിയിറങ്ങിയത്. മഹേഷ് പോയതും ദത്തൻ കൊടുങ്കാറ്റ് പോലെ ആയുഷിന്റെ മുന്നിലെത്തി. ഇനി ഇതിന്റെ അകത്തേക്ക് ഞാൻ ഇവളെ കയറ്റില്ല. എന്നെ ധിഖരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അതിന്റെ ഫലം നിന്നെ ഞാൻ അറിയിക്കും. അച്ഛന്റെ സംസാരം ആയുഷിൽ ദേഷ്യം നിറച്ചു. ഇല്ലെങ്കിൽ അച്ഛനെന്ത് ചെയ്യും? അച്ചു, നീ ആരോടാ ഉറക്കെ സംസാരിക്കുന്നത്? ഇന്ദിര അവനോട് ദേഷ്യപ്പെട്ടു. അവൻ പറയട്ടെ എന്തോ, അവനിപ്പോൾ അച്ഛൻ ആരുമല്ലല്ലോ. നീ എന്നെ എങ്ങനെ കണ്ടാലും വേണ്ടില്ലച്ചു. ഇവൾ ഇന്ന് രാത്രി ഇതിനുള്ളിൽ കഴിഞ്ഞാൽ സത്യമായും കൊല്ലും ഞാൻ അവളെ. അതും പറഞ്ഞ് ദത്തൻ അകത്തേക്ക് കയറിപ്പോയി. ആയുഷിന് സത്യത്തിൽ ഭയം തോന്നി. ഒരു വശത്ത് അച്ഛനെ ധിഖരിക്കാൻ തോന്നുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്താൽ അച്ഛൻ നന്ദയെ എന്തെങ്കിലും ചെയ്താലോ എന്ന ഭയവും അവനുണ്ട്. മോനെ, ഇന്ദിര അവന്റെ അടുത്തേക്ക് വന്നു. അച്ചു, അമ്മയ്ക്ക് പേടിയാവുന്ന മോനെ. നീ ഇവളെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്ക്. ചെല്ല്. ആയുഷ് അളകയുടെ മുഖത്തേക്ക് നോക്കി. അവളാകെ പേടിച്ചേരണ്ട് നിൽക്കുകയാണ്. പോകാമെന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നത് പോലെ. അവൻ പേടിക്കണ്ടെന്ന് കണ്ണടച്ച് കാണിച്ചു. നിൽക്ക്, ഞാനിപ്പോ വരാം. ആയുഷ് അകത്തേക്ക് കയറിപ്പോയി. അളക തളർന്നിട്ടെന്നോണം സോപാനത്തിലേക്കിരുന്നു. മോളെ, ഇന്ദിര അവൾക്ക് അടുത്തേക്ക് ചെന്നു. ആ പോലീസുകാരൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ കുഞ്ഞെ? നീ ശരിക്കും ആമിയുടെ മകൾ തന്നെയാണോ? എന്തോ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. മോളിപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ദത്തേട്ടനെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് പറയുകയാ. അതും പറഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി. അടുത്തത് പൂജയുടെ ഊഴമായിരുന്നു. അവൾ വന്ന് കയ്യിൽ പിടിച്ചതും അളക പൊട്ടിക്കരഞ്ഞുപോയി. അയ്യേ, കരയുന്നോ? ഇത്രയും കരുത്തനായ ആയുഷ് കൃഷ്ണയുടെ ഭാര്യ കരയുക എന്നൊക്കെ പറഞ്ഞ അയ്യേ മോശം. പൂജ അളകയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അതോടെ അളകയുടെ കരച്ചിലിന്റെ കാഠിന്യം കൂടി. എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ പൂജ കുഴഞ്ഞു. അകത്തേക്ക് പോയ ആയുഷ് അച്ഛന്റെ മുറിയിലേക്കാണ് കടന്നു ചെന്നത്. മുറിയിൽ വെരുകിനെ പോലെ നടക്കുന്നുണ്ട് ദത്തൻ. അയാളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അച്ഛന് തോന്നുന്നുണ്ടോ ഈ കളിയിൽ അച്ഛൻ ജയിക്കുമെന്ന്? ശബ്ദം കേട്ട് ദത്തൻ തിരിഞ്ഞു നോക്കി. ക്രൂരമായ ഒരു ചിരി അയാളുടെ ചുടികളിൽ വിടർന്നു. തോൽക്കാനുള്ള കളികളൊന്നും അച്ഛനിതുവരെ കളിച്ചിട്ടില്ല മോനെ.
ഈ കളിയിലും അന്തിമ വിജയം അച്ഛന് തന്നെയാണ്. ആയുഷിന്റെ മുഖം പുച്ഛത്തിൽ ഒന്ന് കോടി. എതിർഭാഗത്ത് നിൽക്കുന്നത് അച്ഛൻ്റെ മകനാണെന്നോർക്കണം. നീ പെരുന്തച്ഛൻ്റെ കഥ കേട്ടിട്ടില്ലേ? ആ ചരിത്രം ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനർത്ഥം അച്ഛൻ എന്നെ കൊല്ലുമെന്നല്ലേ? എങ്കിലത് ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ. എന്തിനു മടിക്കുന്നു? കൊല്ലെന്നെ. അവൻ നെഞ്ചു വിരിച്ച് അയാളുടെ മുന്നിൽ ചെന്നു നിന്നു. അടുത്ത നിമിഷം വർദ്ധിച്ച കോപത്തോടെ അയാൾ അവനെ തള്ളി മുറിക്ക് പുറത്താക്കി വാതിലടച്ചു. അടഞ്ഞ വാതിലിൽ വർദ്ധിച്ച ദേഷ്യത്തോടെ ആയുഷ് ആഞ്ഞൊരിടി കൊടുത്തു. പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. വിവരങ്ങളെല്ലാം പറഞ്ഞതും മുത്തശ്ശി പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. വേറെ ഒന്നും നോക്കണ്ട, അവളെ അവളുടെ പപ്പയുടെ അടുത്ത് കൊണ്ടാക്ക്. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അവൻ അവരോട് യാത്ര പറഞ്ഞിറങ്ങി. മുകളിൽ പോയി തൻ്റെ 2 ജോഡി ഡ്രസ്സും എടുത്ത് ബാഗിൽ നിറച്ച് അവൻ പുറത്തേക്ക് വന്നു. ഇറങ്ങാം. അതോടെ പൂജയോട് യാത്ര പറഞ്ഞ് അളക ആയുഷിനോടൊപ്പം ഇറങ്ങി. അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ പൂജ നോക്കി നിന്നു. ആ സമയം അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവൾ ആമിയുടെ മുറിയിലേക്ക് പാഞ്ഞു. അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ പുസ്തകത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ആമിയെ കണ്ട് പൂജയ്ക്ക് കലിയിളകി. ചിറ്റ, ഉള്ള ക്രോധം മുഴുവൻ കലർത്തി അവൾ അലറി. ആമി ലാഘവത്തോടെ പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തി പൂജയെ നോക്കി. എന്താടി? CI സാർ തെളിവുകൾ ഓരോന്നും നിരത്തി പറഞ്ഞു തന്നിട്ടും ചിറ്റ അയാളെ അപമാനിച്ചില്ലേ? സ്വന്തം മകളെ കൺമുന്നിൽ കാണിച്ചു തന്നിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലേ? കഷ്ടം. അത്തരമൊരു മകളുടെ അമ്മയാകാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. ദുഷ്ടയാണ് നിങ്ങൾ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല, ഒരു കാരണവശാലും. പൊട്ടിയൊഴുകുന്ന മിഴികൾ തുടച്ച് പൂജ തിരിഞ്ഞു നടന്നു. പൂജ പോയതും ആമി മിഴികൾ വീണ്ടും പുസ്തകത്തിലേക്ക് താഴ്ത്തി. വാതിൽക്കലെത്തിയ പൂജ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ പുസ്തകം വായിക്കുന്ന ആമിയെ കലിപ്പോടെ അവൾ നോക്കി. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മക്കളെ തരാതിരുന്നത് ദൈവം. മക്കളെ സ്നേഹിക്കാനുള്ള മനസ്സില്ലാത്തവർക്ക് മക്കളെ തരുന്നത് എന്തിനാ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്? ചത്തൂടായിരുന്നോ? അപ്പോഴും ആമി പുസ്തകത്തിൽ നിന്നും മുഖമുയർത്തിയില്ല. പൂജ അതും പറഞ്ഞ പൊട്ടിക്കരച്ചിലോടെ തൻ്റെ റൂമിലേക്ക് ഓടിക്കയറി. തൻ്റെ ബെഡിലേക്ക് കമിഴ്ന്ന് വീണവൾ ഏങ്ങലടിച്ചു. താൻ ഇത്രയും സങ്കടപ്പെടുന്നത് എന്തിനാണെന്നവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ചിറ്റയ്ക്കില്ലാത്ത സങ്കടം തനിക്കെന്തിനാണെന്ന് അവൾ തൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പൂജ പോയതും ആമി പുസ്തകം അടച്ചു വെച്ച് ജനലിനരികിൽ പോയി നിന്നു. ജനലഴികളിൽ നെറ്റിമുട്ടിച്ച് വിദൂരതയിലേക്ക് നോട്ടം പായിച്ചവൾ നിന്നു. അവളുടെ മനസ്സ് വല്ലാതെ സംഘർഷഭരിതമായിരുന്നു. പല പല ചിന്തകൾ ആ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നു. പിന്നിലൊരു പാദപതന ശബ്ദം കേട്ടാണ് ആമി തിരിഞ്ഞു നോക്കിയത്. ദത്തനെ കണ്ടവൾ ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടന് വിഷമമായോ? CI അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ? വിട്ടുകളയട്ടാ. അയാൾ ജോൺ സാമുവൽ ഇപ്പോൾ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അയാൾ എന്ത് കളി കളിച്ചാലും ജയിക്കാൻ പോകുന്നില്ല. എന്നെക്കുറിച്ച് അയാൾ ഏട്ടനോട് പറഞ്ഞ വാക്കുകളൊന്നും ഈ ജന്മം എനിക്ക് മറക്കാനുമാവില്ല, ഓർക്കാനുമാവില്ല. ആമിയുടെ വാക്കുകൾ കേട്ട് ദത്തന്റെ മുഖമൊന്ന് തെളിഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ കരുതി CIയുടെ വാക്കുകൾ കേട്ട് എൻ്റെ കുട്ടി ആകെ തകർന്നു പോയെന്ന്. അച്ഛനെയും ഏട്ടനെയും മോള് സംശയിച്ചു പോകുമോ എന്ന് ഭയന്നു ഞാൻ. ഈ ഏട്ടനെന്താ അങ്ങനെ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ കയറി വിശ്വസിക്കുന്നവളാണോ ഈ ആമി? അങ്ങനെയാണോ എൻ്റെ ഏട്ടൻ എന്നെ കരുതിയിരിക്കുന്നേ? അല്ലെങ്കിലും എൻ്റെ ഡെലിവറി നടക്കുന്ന സമയത്ത് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ ഒരിക്കലും എന്നോടങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആമിയുടെ ഓരോ വാക്കും അയാളുടെ മുഖത്ത് ആശ്വാസം നിറയ്ക്കുന്നത് അവൾ കണ്ടു. ഏട്ടൻ ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. എന്നിട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്ക്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം അവളിൽ നിന്നും നമ്മുടെ അച്ചുവിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന്. അതോടെ ശാന്തമായ ഹൃദയത്തോടെ ദത്തൻ മുറി വിട്ടിറങ്ങി. അവൾ മുറിയുടെ വാതിൽ അടച്ചു കുറ്റിയിട്ട് കസേരയിലിരുന്ന് മേശപ്പുറത്തേക്ക് തലചായ്ച്ച് കിടന്നു. ആമിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദന അവരുടെ ഹൃദയത്തിൽ പരന്നു. ആ സമയം അവളുടെ മുഖം മുറുകിയിരുന്നു.